കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്ത് സിപിഎം ജില്ലാ സെക്രട്ടറി. പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ കല്ലൂർ PMLA കോടതിയിൽ ഹാജരായത്. കെ. രാധാകൃഷ്ണൻ MP അടക്കമുള്ള നേതാക്കൾ നേരത്തെ കോടതിയിൽ ഹാജരായിരുന്നു. കള്ളപ്പണക്കേസിൽ CPIM നേതാക്കൾ കോടതിയിൽ ഹാജരായി നേരത്തെ ജാമ്യമെടുത്തെങ്കിലും 68ാം പ്രതിയായ CPIM പാർട്ടിയെ പ്രതിനിധീകരിച്ച് ആരും കോടതിയിൽ ഹാജരായിരുന്നില്ല. തുടർന്നാണ് പ്രതിപട്ടികയിലുള്ള പാർട്ടിയെ പ്രതിനിധീകരിച്ച് തൃശൂർ ജില്ലാ സെക്രട്ടറിയോട് ഇന്ന് ഹാജരാകാൻ കല്ലൂർ PMLA കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. പാർട്ടിയെ പ്രതിയേർത്തത് ജനാധിപത്യ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും നിയമപരമായി നേരിടുമെന്നും കോടതി നടപടികൾക്ക് ശേഷം CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. CPIMനെ അന്യായമായി കരുവന്നൂർ കേസിൽ പ്രതിയാക്കുകയും പാർട്ടിയുടെ നിലവിലെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഈ കേസിൽ ഹാജരാവുകയും ചെയ്തിരിക്കുകയാണ്. നിയമ പോരാട്ടം നടത്തേണ്ടതുണ്ട്. നിയമപരമായിട്ടുള്ള അവകാശം പൂർണ്ണമായി ഞങ്ങൾ വിനിയോഗിക്കും. അതോടൊപ്പം ഈ അനീതിക്കെതിരായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള പ്രചാരണം നടത്തുകയും ചെയ്യും. അന്വേഷണം പൂർത്തിയാക്കി ED നൽകിയ കുറ്റപത്രത്തിൽ CPIMന്റെ പങ്ക് വ്യക്തമാക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്കിൽ 2012-2013 കാലത്താണ് CPIM നേതൃത്വത്തിലുള്ള ഭരണസമിതി ക്രമക്കേടുകൾക്ക് തുടക്കം കുറിച്ചത്. ഈ കാലത്താണ് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഒരു സബ് കമ്മിറ്റിയെ ബാങ്കിന്റെ ഭരണസമിതി നിയന്ത്രിക്കാൻ നിയമിച്ചത്. വലിയ വായ്പകൾ വഴിവിട്ടനുവദിക്കാൻ സബ് കമ്മിറ്റികൾക്ക് മേൽ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. 2017 കാലത്ത് പുറത്തുശ്ശേരിയിൽ പാർട്ടി ഓഫീസിന് സ്ഥലം വാങ്ങി ഓഫീസ് നിർമ്മിക്കാനും നിർമ്മാണത്തിന് പണം കണ്ടെത്താനുമുള്ള തീരുമാനം പാർട്ടി തലത്തിലായിരുന്നു ഉണ്ടായത്. ജനം, കൊച്ചി.